സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതിലും എഡിറ്റ് ചെയ്യുന്നതിലും ഒക്കെ പാടുന്നതാണ് ഈ വോയിസ് ഓവർ കൊടുക്കുക. മസ്കറ്റിൽ വന്നതിന് ശേഷത്തെ ആദ്യത്തെ റോഡ് ട്രിപ്പാണ്. എനിക്ക് 100% ഉറപ്പ് ആൻറ്റി എന്നോട് ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതായിരിക്കും വീക്കെൻഡ് ആകുമ്പോൾ വീട്ടിലേക്ക് പോരും, വെറുതെ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതാണ്. ബിക്കോസ് യൂഷ്വലി മൈ വീക്കെൻഡ്സ് ആർ വെരി അൺപ്രൊഡക്റ്റീവ്. കാരണം ഉറക്ക് ഫുൾ ടൈം ഉറക്ക്, പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ലോണ്ട്രി, ഗ്രോസറി, ഷോപ്പിംഗ്, റീൽസ് കാണുക, ഇത് തന്നെ ഒരു പണിയാണല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ഫഞ്ച ഹൗസിലേക്ക് ഒരു ട്രിപ്പ് പോകാമെന്ന് പറയുന്നത്. ഒമാനിലെ വില്ലേജസും ഹെറിറ്റേജ് ഹൗസുകളും ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ട്സ് ഒക്കെ കാണാൻ പ്രത്യേകതരം ഭംഗിയാണ്. ഏറ്റവും എടുത്ത് പറയേണ്ടത് അവരതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയാണ്. വരുന്ന ആൾക്കാരും അതെ, അവിടെ ഉള്ള ആൾക്കാരും അതെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമായിട്ട് കാണാൻ പറ്റുക എവല്യൂഷൻ ഓഫ് ഒമാനി കൾച്ചർ അങ്ങനെ തന്നെ പറയണം. ഈവൻ കറൻസി ആണെങ്കിലും ശരി, അവർ യൂസ് ചെയ്തിരുന്ന കത്തികൾ, പാത്രങ്ങൾ, പ്ലേറ്റ്, ഗ്ലാസ്, ഓർണമെൻറ്റ്സ് കീപ്പ് ചെയ്യുന്ന ബാസ്ക്കറ്റുകൾ, തോക്കുകൾ, കത്തികൾ, ഹഞ്ചർ, യൂസ് ചെയ്ത ഫോണിൻ്റെ എവല്യൂഷൻ, ലൈക്ക് എവറി സിംഗിൾ തിങ് ദാറ്റ് വാസ് പാർട്ട് ഓഫ് ദെയർ കൾച്ചർ വാസ് ഡോക്യുമെൻറ്റഡ്, ലൈക്ക് ഈച്ച് സ്റ്റേജസ്. ഐ വുഡ് സേ ഹാറ്റ്സ് ഓഫ് ടു ദ പീപ്പിൾ ഹു ആർ ബിഹൈൻഡ് ദിസ്. കാരണം ഓരോ കോർണറും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവരതിനെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ റൂംസും കാര്യങ്ങളും ഒക്കെ അതും അവൈലബിൾ ആണ്. ഒരു വീക്കെൻഡ് എസ്കേപ്പിന് പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടാണ് ഫഞ്ച ഹൗസ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ലെസ് പോപ്പുലർ ആയിട്ടുള്ള സ്പോട്ടുകൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഭയങ്കര ഒരു ഭംഗി തന്നെയാണ്. വാദി കംപ്ലീറ്റ്ലി ഡ്രൈഡ് അപ്പ് ആയിരുന്നു. വാദി എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ബാക്കിയെല്ലാം ഞങ്ങൾ വളരെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുടെ അടുത്തൊന്നും അതേപോലെ തന്നെ റീൽസിലൊക്കെ ഞാൻ വളരെ കോമൺ ആയിട്ട് കണ്ടൊരു കാര്യമുണ്ട്, ഒമാനിന്റെ ഭംഗി നൈറ്റിലാണ്. ഇന്ന് ഞാനും ആ സ്റ്റേറ്റ്മെന്റിനോട് പൂർണ്ണമായി യോജിക്കുന്നു. നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്കുക. എനിക്ക് വന്നപ്പോൾ കിട്ടിയ ഫഞ്ച ഹൗസിന്റെ വ്യൂവോ വൈബോ ആയിരുന്നില്ല അവിടെ ലൈറ്റ്സ് വന്നതിന് ശേഷം. കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. വീക്കെൻഡ് അതിന്റെ ഫുൾ സ്വിങ്ങിൽ തന്നെ എൻജോയ് ചെയ്തു. അതാ ആ മലർന്ന് പറക്കുന്ന കാക്കയാണ് ഈ ട്രിപ്പ് ഓണാക്കിയത്. പിന്നെ മറ്റേ മൂപ്പർ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കും ഇങ്ങനെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഫോണിൽ സ്റ്റോറേജ് തിരുവോളം ഫോട്ടോസും വീഡിയോസും എടുത്ത് ഒരു ചായയും കുടിച്ച് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് കുടിച്ചു.